സത്യമായും ഇതൊരു നടന്ന കഥയാണ്. ഏയ് ആയിരിക്കില്ല എന്ന് ഈ കഥയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അതിന് കാരണം ഞാൻ കഥ എന്ന പേരിൽ എഴുതിയ ചിലത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വായിച്ചിട്ടുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഞാൻ പറയുന്നത് കള്ളമായിട്ടല്ല. ഇതേ കഥ ഒരു പുരോഹിതനോ ഒരു സന്യാസിയോ അവരുടെ പ്രസംഗത്തിനിടയിൽ പറഞ്ഞു എന്നിരിക്കട്ടെ. നിങ്ങൾ അതിന് ദുഃഖസാന്ദ്രമായ സംഗീതത്തിന്റെ അകമ്പടിയൊക്കെ കൊടുത്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്ത് ടൺ കണക്കിന് ലൈക്കുകളും ഷെയറുകളും വാങ്ങിക്കും. പോട്ടെ, ഒരു കഥാകാരനായി പോയതിന്റെ ദുർവിധി എന്ന് ഞാൻ സമാധാനിച്ചു കൊള്ളാം. കുറെ കാലം ഞാൻ ഒരു വില്ലേജ് ഓഫീസറായി പലയിടങ്ങളിൽ ജോലി ചെയ്ത കാര്യം നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിവുള്ളതാണല്ലോ. കഴിഞ്ഞ 20 വർഷത്തെ ഇടവേളയ്ക്കിടയിൽ 13 തവണ ട്രാൻസ്ഫർ കിട്ടാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അത്രയ്ക്കായിരുന്നു മേലുദ്യോഗസ്ഥർക്ക് എന്നോടുള്ള സ്നേഹം. അങ്ങനെ ഒരിക്കൽ എന്നെ തൂക്കിയെടുത്ത് മുണ്ടക്കയത്തിനും അപ്പുറത്തുള്ള ഒരു ഓണം കേറ മൂലയിലേക്ക് തള്ളിയ കാലം. അന്നൊക്കെ ഉൾനാടൻ ഗ്രാമങ്ങളെ ഓണം കേറാമൂല എന്നായിരുന്നു ഞങ്ങൾ വിശേഷിപ്പിച്ചിരുന്നത്. ഇന്ന് അതിനെ തീരെ മൊബൈൽ റേഞ്ച് ഇല്ലാത്ത ദേശമെന്നും വിളിക്കാം. രണ്ടും ഒന്നു തന്നെ. അന്നാട്ടിലെ വില്ലേജ് ഓഫീസിനടുത്ത് ഒരു വാടക വീട്ടിലാണ് എന്റെ താമസം. എവിടെ ചെന്നാലും പരിസരത്ത് താമസിക്കുന്നവരുടെ ചില മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ വേഗം സാധിച്ചു കൊടുത്ത് ഞാൻ അവരുടെ പ്രിയപ്പെട്ടവനായി മാറും. മുട്ടുശാന്തിക്ക് അത്യാവശ്യം ചില ഒളിബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുമെങ്കിലും പൊതുവെ ഞാൻ മാന്യനും ആദരണീയനും സർവരുടെയും സ്നേഹത്തിന് പാത്രീഭവിക്കുന്ന പരോപകാരിയുമായിരുന്നു. എന്തൊരു വിടലാണ് എന്റെ ബാബുവേട്ടാ എന്ന് നിങ്ങളിപ്പോൾ മനസ്സിൽ പറയുമെന്ന് എനിക്കറിയാം. പറഞ്ഞോളൂ. എന്നാൽ ആ സ്നേഹബഹുമാനങ്ങളുടെ തണലിൽ തനിയെ താമസിക്കുന്ന എനിക്ക് പൊരിച്ച ചിക്കൻ, ഏത്തയ്ക്ക ഫ്രൈ, ശർക്കര പായസം, മുട്ട പുഴുങ്ങിയത്, പോത്ത് വരട്ടിയത്, പയറുതോരൻ എന്നിങ്ങനെ ഓരോന്ന് ഇടതടവില്ലാതെ അയൽവീടുകളിൽ നിന്നും എത്തിക്കൊണ്ടേയിരിക്കുമെന്ന് എനിക്കല്ലേ അറിയൂ. അക്കൂട്ടത്തിൽ ആ ദേശത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വീടുകളിൽ ഒന്നായിരുന്നു കുഞ്ഞമ്മ ചിറ്റപ്പൻ ദമ്പതിമാരുടെ വീട്. അവരുടെ ശരിയായ പേര് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ചോദിച്ചിട്ടുമില്ല. അവർ പരസ്പരവും നാട്ടുകാർ മൊത്തത്തിലും അവരെ കുഞ്ഞമ്മ എന്നും ചിറ്റപ്പൻ എന്നുമാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഞാനും. ഞാൻ അവിടെ ചെന്നിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു കാണും. ഒരു ദിവസം കാലത്ത് ഞാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പറഞ്ഞ കുഞ്ഞമ്മ വീട്ടിലേക്ക് ഓടി കയറി വന്ന്, "ഓഫീസർ മോനെ, അങ്ങോട്ടേക്കൊന്ന് ഓടി വന്നേ, ചിറ്റപ്പനൊരു വയ്യായിക" എന്ന് പറഞ്ഞു. ഞാൻ കുഞ്ഞമ്മയുടെ പിന്നാലെ ഓടിച്ചെന്നു. ഒരു മുൻ സ്കൂൾ അധ്യാപകനും പൊതുപ്രവർത്തകനുമായ അവരുടെ ഒരു മാമൻ ആ മുറ്റത്ത് വിഷാദഭാവത്തിൽ നിൽക്കുന്നുണ്ട്. "എന്തുപറ്റി?" ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. "ദാ ഈ നേരം വരെ പേപ്പറും വായിച്ച് കാപ്പിയും കുടിച്ചുകൊണ്ടിരുന്നവനാ. പെട്ടെന്നൊരു വല്ലായിക. വിളിച്ചിട്ട് കണ്ണും തുറക്കുന്നില്ല, ശ്വാസവുമില്ല." ഞാൻ അകത്തേക്ക് കയറി ചെന്നു. കുഞ്ഞമ്മയുടെ ചിറ്റപ്പൻ അവിടെ ഒരു കട്ടിലിൽ കിടക്കുന്നുണ്ട്. ചുറ്റിനും മറ്റു അയൽപ്പക്കക്കാരായ 3-4 പേരും നിൽക്കുന്നുണ്ട്. അതിൽ ആരോ ഒരാൾ ചിറ്റപ്പന്റെ കയ്യിലെ നാടി പിടിച്ചു നോക്കിയിട്ട് "കഴിഞ്ഞു" എന്ന് പറഞ്ഞു. മറ്റൊരാൾ മറുകൈ പിടിച്ചു നോക്കിയിട്ട് "സത്യം" എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതിനിടെ ഒരാൾ മുഖത്ത് വെള്ളം തെളിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. "ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാലോ" എന്ന് ഇനിയൊരാൾ ചോദിച്ചു. അന്നേരമാണ് 4 വീടിനപ്പുറത്തുള്ള ഗീത നഴ്സ് ജോലിക്ക് പോകാൻ ആ വഴി വരുന്നത്. ആരോ പെണ്ണുങ്ങൾ അവരെ അകത്തേക്ക് കയറ്റി വിളിച്ചു. അതോടെ ചിറ്റപ്പൻ കിടക്കുന്ന മുറിയുടെ നിയന്ത്രണം ഗീത ഏറ്റെടുത്തു. "എന്താ ഇത്, ചന്തയോ?" "എല്ലാവരും രോഗിയുടെ അടുത്തുനിന്നൊന്ന് മാറി നിന്നേ, ഇത്തിരി കാറ്റ് കയറട്ടെ." ഗവൺമെന്റ് ആശുപത്രിയുടെ വരാന്തയിൽ നിന്നെന്ന പോലെ അവർ ആ മുറിയിൽ കൂടി നിന്നവരെ പുറത്തേക്ക് ഇറക്കി നിർത്തി. പിന്നെ ഒരു ഡോക്ടറുടെ ഗമയിൽ ചിറ്റപ്പന്റെ നാടി പിടിച്ചു നോക്കി. കൺപോള പൊക്കി നോക്കി. ശ്വാസം തൊട്ടു നോക്കി. പിന്നെ പുറത്തു വന്ന് "ഇനി ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. 1/2 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു" എന്ന് പ്രഖ്യാപനം നടത്തി. അതുവരെ വാതിൽക്കൽ ആകാംക്ഷയോടെ നിന്നിരുന്ന കുഞ്ഞമ്മ ഓടി വന്ന് ചിറ്റപ്പന്റെ നെഞ്ചിൽ വീണ് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും 2-3 സ്ത്രീകൾ കൂടി പരിസരത്തുള്ള വീടുകളിൽ നിന്നും വന്നു. അവർ കുഞ്ഞമ്മയെ പിടിച്ചു മാറ്റി അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോയി. കുറച്ചു നേരം കൂടി ചിറ്റപ്പന്റെ ശരീരം അവിടെ തന്നെ കിടന്നു. ആരും ഒന്നും പറയുന്നില്ല. പിന്നെയും അയൽക്കാരും പരിചയക്കാരും വന്നുകൊണ്ടിരുന്നു. വരുന്നവർ അങ്ങനെ അനാഥനായി കിടക്കുന്ന ചിറ്റപ്പനെ കാണും. മുറ്റത്തിറങ്ങി നിന്ന് വർത്തമാനം പറയും. ഇനി എന്ത് എന്ന ചോദ്യം ആരും ഉന്നയിക്കുന്നും പോലുമില്ല. അവസാനം ഞാൻ തന്നെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചിറ്റപ്പനെ എങ്ങനെ കിടത്തിയാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് തുടർ നടപടികളെപ്പറ്റി ഒരു സംസാരം അവിടെ ഉണ്ടാവുന്നത്. അവരുടെ ആൺമക്കൾ 2 പേർ തലസ്ഥാനത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. അവരെ വിളിച്ചു വരുത്തി പറഞ്ഞിട്ടുണ്ട്. അവർ അവിടുന്ന് തിരിച്ചിട്ടുണ്ട്. എന്നാൽ മകൾ ഒരുത്തി അങ്ങ് മുംബൈയിലാണ്. അവള് വരാൻ വൈകും. അതുവരെ കാക്കേണ്ടതില്ല എന്ന് കുഞ്ഞമ്മ പറഞ്ഞെങ്കിലും അവർ വന്നു കണ്ട് ശവദാഹം മതി എന്ന് മുറ്റത്ത് വെച്ച് കണ്ട മാമൻ തറപ്പിച്ചു പറഞ്ഞു. പൊതുവിൽ അങ്ങനെ ഒരു തീരുമാനമായി. അവൾ വരുന്നവരെ ബോഡി അടുത്തുള്ള ഒരു ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കാൻ തീരുമാനിച്ചു. ഞാൻ എന്റെ ഓഫീസ് പരിചയം വെച്ച് ആശുപത്രിയിൽ നിന്നു തന്നെ ആംബുലൻസ് വിളിച്ചു വരുത്തി. അപ്പോഴേക്കും വാർഡ് മെമ്പർ വന്നു. അയാൾ കുഞ്ഞമ്മയുടെ ഒരു അകന്ന ബന്ധുവായിരുന്നു. അത് വീട്ടിൽ വെച്ച് നടന്നൊരു സ്വാഭാവിക മരണമാണെന്നും മോർച്ചറിയിൽ വെക്കാൻ അനുവദിക്കണമെന്നും അയാൾ ഒരു കത്തെഴുതി തന്നു. അങ്ങനെ ഒരു കത്തുമായി വന്നെങ്കിലേ ഇവിടെ ബോഡി വയ്ക്കാൻ അനുവദിക്കൂ എന്ന് ആശുപത്രിയിൽ വിളിച്ചപ്പോഴേ പറഞ്ഞിരുന്നു.
ഞാനും മറ്റു ചില അയൽവക്കക്കാരും കൂടിയാണ് ബോഡി വയ്ക്കാൻ ആശുപത്രിയിൽ പോയത്. അവിടെ വെച്ച് ഫോം പൂരിപ്പിക്കുമ്പോൾ അയൽക്കാർ പറഞ്ഞാണ് ചിറ്റപ്പന്റെ ശരിക്കുമുള്ള പേര് ഭാസ്കരപിള്ള എന്നാണെന്ന് ഞാൻ ആദ്യമായി മനസ്സിലാക്കുന്നത്. അവിടുത്തെ നടപടികളെല്ലാം പൂർത്തിയാക്കി ഞങ്ങൾ അരമണിക്കൂറിനകം മടങ്ങുകയും ചെയ്തു. പിന്നെ വന്ന് ആ വീടിന്റെ മുന്നിൽ ഒരു പന്തലിടാൻ ആളെ ഏർപ്പാടാക്കി. ശവദാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ ഓരോരുത്തരെ ഏൽപ്പിച്ചു. പത്ര ഏജന്റിനെ വിളിച്ചൊരു ഫോട്ടോ കൊടുത്ത് പിറ്റേന്നത്തെ ചരമക്കോളത്തിൽ വാർത്ത വരുമെന്ന് ഉറപ്പിച്ചു. ഉത്തരവാദിത്തമുള്ള ഒരു വീട്ടുപുരുഷനെ പോലെ എല്ലാം ഏർപ്പാടാക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി. ഞാൻ അതുവരെയും പ്രഭാതകൃത്യങ്ങളൊന്നും തന്നെ നിർവഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രാതലിനുള്ള ദോശമാവ് ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യമായും ഓഫീസിൽ ചെന്ന് പൂർത്തിയാക്കേണ്ട ചില പണികളുണ്ടായിരുന്നു. ഞാൻ മുറ്റം കടന്നപ്പോൾ പറമ്പിലെ വാഴയിൽ ചാരി കുഞ്ഞമ്മ നിൽക്കുന്നു. കരച്ചിലാണോ നിർവികാരതയാണോ എന്നറിയാത്തൊരു മുഖഭാവമാണ് മുഖത്ത്. എന്നെ കണ്ടു കുഞ്ഞമ്മ അടുത്തേക്ക് ഓടി വന്നു എൻ്റെ കൈ നിവർത്തി പിടിച്ചു.